ഫിഷ് ഇപ്പം സൂപ്പറായി ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ടേസ്റ്റ് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജയ്ഷൂസ് പാരഡൈസ്. നിങ്ങൾക്ക് അറിയണ്ടേ ഇതെന്താണ്ട് കയ്യിൽ? ഇത് കുറച്ച് മീനാണ്. ഇന്ന് ഞാൻ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലാണ്. ഇന്ന് ഞാൻ ഈ മീനെ ഫ്രൈ ചെയ്യല. നമുക്ക് ഈ ഫ്രൈ ചെയ്ത് കടിച്ച് മുറിച്ച് തിന്നണ്ടേ. അപ്പം ഞാൻ ആദ്യം നിങ്ങൾക്ക് മീനിനെ കാണിച്ചു തരാം. ചട്ടി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിനകത്തുള്ള ഫിഷുകൾ നിങ്ങൾക്ക് ഏതെല്ലാം നിന്ന് കാണിച്ചു തരാം. ഇതിനകത്തിട്ടിട്ട് ആദ്യത്തെ മീനാണ്. രണ്ടാമത് അതേ സെയിം സാധനമാണോ ഇത്? നേരത്തെ എടുത്തതും ഇതെടുത്തതും ഫിലോപ്പി മീനാണ്. ഇങ്ങനെ ഇത് ഇടണം. ഇനിയും ഫിലോപ്പിയ ഉണ്ടോ നോക്കട്ടെ. ഫിലോപ്പിയ തന്നെ ഇത്. ഞാൻ ഫിലോപ്പിയെല്ലാം ഒന്നിലേക്കാം. ഫിലോപ്പിയ ഇങ്ങനെ എടുക്കാം. ഇല്ലത് കേതൽ മീനാണ്. ഇതാണ് കേതൽ മീൻ. ഈ കേതൽ മീനും ബാക്കിയുള്ള മീനും ഇതെല്ലാം ക്ലീൻ ആക്കിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. Come on. കുക്കിങ്ങിനായിട്ടുള്ള സ്ഥലം ഈടിയാക്കിയാലോ? ഇവിടെ ഒരു കല്ലുണ്ട്, നമുക്ക് 2 കല്ലും കൂടിയും വേണം. കമാൺ. ഇപ്പം നമ്മൾ കല്ലെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. 1 2 3 മൂന്നാമത്തെ ഞാൻ നമുക്ക് തീയെല്ലാം ആക്കിയിട്ട് ഇത് ഇങ്ങനെ ഫിഷിനെ ഫ്രൈ ചെയ്യണം. അപ്പോഴത്തേക്ക് നമുക്ക് ഫിഷിനെ റെഡിയാക്കിയിട്ട് വരാം. കമോൺ. ഫ്രണ്ട്സ്, അപ്പം നമ്മളെ ഫിഷ് ക്ലീനായി, മസാലയും റെഡിയായി. ഇനി നമുക്ക് ഈ മസാല മിക്സ് ചെയ്യാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഉപ്പ്, കുരുമുളക് പൊടി,
മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടിയും. നമുക്കിതിനെ മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് ഫിഷിനായിട്ട് മാഗ്നേറ്റ് ചെയ്യാം. കമാൺ. ഇത് നല്ല സൂപ്പറാണ്. എനിക്ക് ഇത് ഇപ്പം തന്നെ തിന്നാൻ വിചാരിക്കുന്നത്. ഇത് നമ്മളെ കോഴികളെല്ലാം നമ്മളെ ബാക്കിലുണ്ട് കേട്ടോ. കോഴിയൊന്നൊക്കെ അല്ലേ മീന്, അതേലു. ഇതുപോലെ നമുക്ക് എല്ലാ ഫിഷിനെയും മാഗ്നേറ്റ് ചെയ്യാം. കമാൺ. കോഴി ഉണ്ട് കേട്ടോ ബാക്കിൽ ഇങ്ങനെ ഒളിച്ചോടി വരുന്നത്. ഈ കോഴി നിനക്ക് തരൂല കേട്ടാ മീനെ. ഒന്നും കൂടി എടുക്കാം. നല്ല സൂപ്പർ ആയിട്ടുണ്ട്. എനിക്ക് ഇപ്പം തന്നെ വേണം. അത് ഇത് പൊരിച്ച് ചെയ്യണ്ടേ, അതുവരെ വെയിറ്റ് ചെയ്യണം. എന്തായാലും ഇല്ലാണ്ട് കിട്ടൂല. ഇനിയുണ്ടോ നോക്കട്ടെ. നമുക്ക് ഇത് പൊരിച്ചെടുക്കണല്ലോ. കണ്ണിന് മസാല പൊടിയെല്ലാം മിക്സ് ആക്കി ഞാൻ ഈ കണ്ണിന് ഒന്ന് പറിച്ചെടുത്ത് നോക്കട്ടെ. മീനിതാ മീൻ.
മാഗ്നേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. പിന്നെ തിന്നാം. നല്ല ടേസ്റ്റ്. ഇപ്പം നമ്മൾ അടുപ്പും ഫിഷും റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ കത്തിക്കാനുള്ള വിറക് വേണ്ടേ? ആ വിറക് കണ്ടുപിടിക്കാൻ പോവാലോ. കമാൺ. ഇതെല്ലാം ചെറുതാണ്, തടി വേണം. ഇത് ഓലന്റെ സാധനം. തടി വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടിയുണ്ട്, പക്ഷെ ഭയങ്കര ചെറുതായി പോയി. വലുത് എന്ന് പറഞ്ഞാൽ വലുത് കിട്ടും, പക്ഷെ തടി ഇല്ലല്ലോ. ഇനി ഇതൊക്കെന്തോ അവിടെ കാണുന്നുണ്ടല്ലോ, നോക്കാലോ. ഇത് ചെറുതല്ലേ? ഇത് ചെറുതാണ്. ഞാൻ ഇതിന്റെ അപ്പുറം കണ്ടില്ല. ഇതൊരു വറക്കല്ലേ? വറകം കഷ്ണെങ്കിൽ നമുക്ക് അടുത്തത് എടുക്കാം. ഈ ഭയങ്കര ചെറുതാ, പിന്നെ തടിയില്ല. ഇതും ഭയങ്കര ചെറുതാ, തടിയേ ഇല്ല. ഇത് വലുതാ, പക്ഷെ തടിയില്ല. ഇതിന്റെ അപ്പുറം ഉണ്ടാ നോക്കാം. ഇത് വീട് വെച്ചിട്ട് വീട് എവിടെയെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ചെറിയ വടിയല്ലേ? ചെറിയ വടിയെ കിട്ടുന്നു. ഞാൻ തട്ടി വീണ് പുകാൻ പോയ. ഇത് ഒരു വലിയ വറക്. നമുക്ക് ഈ വറകുമായിട്ട് വേറെ വറകിനെ കണ്ടുപിടിക്കാൻ പോകാം. ഇതൊരു തടിപ്പിൽ വെക്കാം. ഇതിന്റെ പിടിക്കണം, ഈടിയും പിടിക്കണം. ഇത്ര മതിയാ? ആ മതിയില്ലേ? നമുക്ക് തീ കത്തിക്കാം. കമോൺ. ഇനിയിപ്പം നമ്മളെ ഫിഷും അടുപ്പും എല്ലാം റെഡിയായി, പിന്നെ ഞാനും റെഡിയായി. അപ്പം നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യാൻ പോയാലോ? കമോൺ. നമുക്കിനി ഫിഷ് ഫ്രൈ ചെയ്യാം. കമോൺ. ഒരു ഫിഷ് ഫ്രൈഡ്. കണ്ണിലേക്ക് തെറിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ ഈ വീഡിയോ ഗിവ് അപ്പ് ചെയ്യൂല. മീനെല്ലാം നല്ല ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മീനെ ഫ്രൈ ചെയ്യാണ്. ഇത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഫ്രൈ ആയി നമുക്ക് തിന്നാം. നല്ല
സൂപ്പറാണ് തിന്നാന്. എല്ലാം റെഡി ആവാൻ പോകുന്നുണ്ട്. ഇതെല്ലാം മറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് റെഡി ആയിട്ട് വേണം കടിച്ച് മുറിച്ച് തിന്നാൻ. I can't wait it. I can't wait it. I can't wait it. അപ്പം നമ്മൾ ഫ്രൈ റെഡി ആയി. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്താലോ? Come on. നമ്മളെ ഫിഷ് ഇപ്പം സൂപ്പറായി ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ടേസ്റ്റ് നോക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഭയങ്കര സൂപ്പർ ടേസ്റ്റാണ്. സൂപ്പർ ഫിഷ്. സൂപ്പർ ടേസ്റ്റിയാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത്. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.